ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകരെല്ലാവരും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് അല്ലേ? ഞാനും ഓരോ ദിവസത്തെ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുന്നേ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഇന്ന് ഏതൊക്കെ പാട്ടായിരിക്കും വരാൻ പോകുന്നത്, എന്തൊക്കെ പെർഫോമൻസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്, അതുപോലെ തന്നെ ഒത്തിരി സ്പെഷ്യൽ മൊമെന്റ്സ് ഉണ്ട്. അതിൻ്റെയൊക്കെ കൂടെ ഞങ്ങളുടെയൊക്കെ അഭിനയം പ്രേക്ഷകർക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണണം. അപ്പൊ നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് MJ അങ്കിൾ. വെൽക്കം. അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. തുടങ്ങാം നമുക്ക്. പെർഫോമൻസ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഒരു കിഡിലൻ പെർഫോമൻസ് ആണ്. ഞാൻ പറയാം മീനൂട്ടാ. ഇവിടെ സംഗീതം അനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. ഏകദേശം സംഗീതം അനുവദിക്കുന്നുണ്ടല്ലോ, ധാരാളം അനുവദിക്കുന്നുണ്ടല്ലോ. ഒന്നുമല്ല, ഈ സാരിയെ മറ്റ് ഐറ്റംസിനൊക്കെ ഷോക്കേസ് ചെയ്യുന്നതാണ് കേട്ടോ. എന്താ നോക്കണേ എന്ന് വെറുതെ പറയുന്നു. വൈറ്റമിൻ ഇ ഒക്കെ എങ്ങനെ വൈറ്റമിൻ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ സംഗീതം അനുവദിക്കാനായിട്ട് ഒരാൾ എത്താൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം സാം കുട്ടൻ ഓൺ സ്റ്റേജ്. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വന്നിരിക്കുന്ന ആളാണ്. ഹായ്. ഓ 3G ഇപ്പോഴും 3G ആയിട്ടുള്ളൂ. ഇവിടെ 5G ആയല്ലോ. 36. ഞാനും 3G എന്നാ വിചാരിച്ചേ. എനിക്ക് മനസ്സിലായത് താളവട്ട്. എന്തൊരു സിനിമയായിരുന്നു താളവട്ടം. ആ സമയത്ത് നമ്മുടെ തിരുവനന്തപുരത്തെ പൂജപ്പുരയിലല്ലേ എന്റെ വീട് മീനുകുട്ട. അപ്പൊ തിരുമലയിൽ പോയിട്ട് ഈ സൗമ്യ എന്ന് പറഞ്ഞൊരു തിയേറ്റർ, ഇപ്പൊ ആ തിയേറ്ററിലില്ല, അവിടെയാണ് ഈ താളവട്ടം വന്നത്. അതുപോലെ കാര്യം, നിസ്സാരം, ഈ സിനിമകളൊക്കെ അവിടെ ചെന്ന് കാണുന്നത്. അപ്പൊ ഒരു സോമൻ ചേട്ടൻ ഉണ്ടായിരുന്നു. സോമൻ ചേട്ടനാണ് എന്നെ സിനിമകൾക്ക് കൊണ്ടുവന്നത്. അപ്പൊ സോമൻ ചേട്ടൻ വരുമ്പോ തന്നെ ഭയങ്കര സന്തോഷമാണ്, സിനിമ കാണാനുള്ള ഒരു സൗകര്യം. അപ്പൊ അമ്മയെ മണിടിച്ച് പതുക്കെ അങ്ങനെ പോകും. അങ്ങനെയാണ് ഈ താളവട്ടം കണ്ടത്. അവിടെയാണ് MG അണ്ണന്റെ പാട്ട് വളരെയധികം ശ്രദ്ധയായിട്ട് കേൾക്കുന്നത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ്സ് ആണ് MG അണ്ണന്റെ ഈ സിനിമയിലുള്ളത്. അത് മാത്രമല്ല, കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, അങ്ങനെ ദാസറിന്റെ പാട്ട് അല്ലേ. അപ്പൊ ഇന്നത്തെ പാട്ട് ഇതാണ്, കളഭം ചാർത്തും കനകക്കുന്നിൽ. ഓ, അതാണ് ഈ വേഷത്തിൽ വന്നിരിക്കണേ. അവിടുന്ന് നേരെ ഇറങ്ങി വന്നിരിക്കുകയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നിപ്പോ സാം കുട്ടൻ അല്ല ഇപ്പൊ ഇന്ന്. അല്ല, ആരാ? ഭ്രാന്താശുപത്രി വന്ന മാനസിക രോഗി ആണോ? പേരില്ലേ? മീനൂട്ടാ സൂക്ഷിച്ചോട്ടോ. ഞങ്ങൾ എങ്ങനെയുണ്ട് അവിടെ ജീവിതം ഭ്രാന്താശുപത്രിയില്? ഇടയ്ക്ക് ഷോക്കൊക്കെ തരും. അയ്യോ, ഭയങ്കര രസമായിട്ട് പറയണേ. ഇടയ്ക്ക് നല്ല എൻജോയ്മെന്റ് ആണ്. അപ്പോ കളഭം ചാർത്തും കനകക്കുന്നിൽ അതാണ് പാടാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കേൾക്കാം. അറിയാമോ? ലിറിക്സ് പൂവച്ചൽ ഖാദർ സാറ്, മ്യൂസിക് രവികുമാർ സാറ്, മൂവി താളവട്ടം, ഇയർ 1986, പാടിയത് MG സാർ. വെരി ഗുഡ്. യെസ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
സംഗീതമനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. ഗമപ ഗമപ ഗമപദ നിദപ ഗമപദ നിസ നിദ പദ പമപ. ഇവിടെ സംഗീതമനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. സദയം സസ്നേഹം പരിഗണിക്കൂ, വ്യഥകൾ വൈകാതെ പരിഹരിക്കൂ. കിളിതന്നവകാശം, കിളിതന്നവകാശം. കളഭം ചാർത്തും കനകക്കുന്നിൽ മരുവും താലോല കിളികൾ. പതിവായേവും ഒന്നായി പാടും കനിയൂടയോരേ, 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 കനിയൂടയോരേ. വെരി ഗുഡ് വെരി ഗുഡ്. സാംകുടാ, എന്തോ നിന്നെ സസ്നേഹം പരിഗണിച്ചിരിക്കുന്നു. താങ്ക് യു, അത് നിന്റെ അവകാശമാണ്, താങ്ക് യു. സംശയമില്ല കേട്ടോ. ഓ രസമായിട്ട് പാടി. താങ്ക് യു. കുറച്ചുകൂടെ എനർജി കൂട്ടാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. Yes. ഇതിന്റെ വേറൊരു ലെവലായനെ. ഓക്കെ. ഇതൊക്കെ മേലെ വരണോ? അന്തമാതിരി പാട വേണ്ടു കേട്ടോ സാംകുട്ടാ, ഓക്കെ. അത് വേണം. ഇതിന്റെ ബീജം ഒക്കെ ഭയങ്കര രസമാണ്. എനിക്ക് ഇഷ്ടമുള്ള ബീജം, നല്ല പ്ലേഫുൾ ആണ്. ആദ്യത്തെ ബീജം ഉണ്ടല്ലോ, അത് നല്ല രസമാണ്. പിന്നെ സെക്കൻഡ് ബീജം ഇല്ലേ, അതൊന്ന് വായിക്കാമോ? ഭയങ്കര രസമായിരുന്നു കേട്ടോ വായിച്ചത്. പിന്നെ തബല പറയേണ്ട ആവശ്യമില്ലല്ലോ. Yes. എന്തൊരു എൻട്രിയാണ് രണ്ടുപേരും കൂടെ. ശരി. ആനന്ദ് മഹാരാജ ആൻഡ് മുരളി അണ്ണൻ ചേർന്ന് സവാഷ്. പിന്നെ തേർഡ് ബീജം അല്ലേ, ഈ മ്യൂസിക് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ആ തേർഡ് ബീജം പഠിച്ചേ. അതാണ്. ഈ ജർമ്മൻ ഒരു കമ്പോസർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ഫെലിക്സ് മെൻഡൽസൺ എന്നാണ്. അദ്ദേഹത്തിന്റെ വെഡിങ് മാർച്ച് എന്ന് പറഞ്ഞ കോമ്പോസിഷൻ ആണിത്. ലാ 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 ലാ. അത് വരുന്നത്. അപ്പോ എല്ലാ വെഡിങ്സിനും ഉപയോഗിക്കുന്ന, ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആണ് വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിലുള്ള. അത് എനിക്ക് തോന്നുന്നത് 1842 മറ്റോ ആണ് ഇത് രചിച്ചിട്ടുള്ളത്. അപ്പൊ അത് ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. രാജാമണി ചേട്ടനാണ് അതിന്റെ പിന്നിലുള്ള ബുദ്ധി. ഇത് എനിക്ക് തോന്നുന്നത് രഘുമാർ സാറും രാജമണി ചേട്ടനും കൂടെ മ്യൂസിക് ചെയ്ത പാട്ടാണ്. അപ്പൊ അതിൽ മെലഡിയും ഉണ്ട്, ഈ ഓർക്കസ്ട്രേഷനും ഉണ്ട്. ഭയങ്കര രസകരമായ ഒരു അനുഭവമാണ് പാട്ട്. അത് നമുക്ക് രസകരമാക്കാൻ തന്നെ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന തുടക്കത്തിലുള്ള സംഗതികളൊക്കെ കുറച്ചുകൂടെ ഹെവി ആയിട്ട് പാടിയ കൊള്ളായിരിക്കും. എം ജി ആണ് സംഗതിയായിട്ട് തന്നെ പാടിയിരിക്കുന്നത്. എം ജി ആണ് സംഗതി പാടുമ്പോ അറിയാലോ, അത് പാടി പോലെ ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ പാടാമോ? കളഭം ചാർത്തും, കുറച്ചുകൂടെ ഓപ്പൺ കളഭം ചാർത്തും, ചേർത്തും കളഭം ചാർത്തും കനകക്കുന്നിൽ മരു. അത് അത് അങ്ങനെ വരണം, കിടുകിട വരണം. പിന്നെ പതിവായി ഏവം അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല, എവിടെയും ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. ബേസിലോട്ട് പോയാലും ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല. കമോൺ. പതിവായേവും ഒന്നായി പാടും കനിയൂ. കുറച്ചുകൂടെ മെലോഡിയസ് ആയിട്ടല്ലേ പാടണേ, അത്ര മെലഡി ആക്കണ്ട, റിതമിക്കായിട്ട് പാട്. പതിവായേവും ഒന്നായി ഒന്ന് അങ്ങനെയൊന്നും പാടല്ലേ. ഞാൻ പറഞ്ഞ ആ സംഗതിയിലാണ് ആ കുറുമ്പ് വരേണ്ടത്. കേട്ടോ? പിന്നെ തുടരും തകിൽ മേളം, തുടരും തകിൽ മേളം എന്ന് വരുന്നില്ലേ ബേസില്, അവിടെയും പിന്നെയും ഡ്രോപ്പ് ചെയ്യുന്നത്, എനർജി ലെവൽ ഡ്രോപ്പ് ചെയ്യുന്നത്. ആ മീറ്റർ അത്രയും ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ലടേ. പാടിക്കേ. തുടരും തകിൽ മേളം, തുടരും തുടരും തകിൽ മേളം, തുടരും തകിൽ മേളം. ഡെഫിനിഷൻ കുറവാണ് ആ സംഗതികൾക്കൊക്കെ കേട്ടോ. എല്ലാ സ്ഥലങ്ങളിലുള്ള സംഗതികൾക്ക് കുറച്ച് ഡെഫിനിഷൻ കുറഞ്ഞിരുന്നു. അത് മെലോഡിയസ് ആയിട്ട് പാടി, അത് റിതമിക് ആയിട്ട് പാടിയില്ല, അത് വെൽ ഡിഫൈൻഡ് ആയിട്ട് വന്നില്ല.
അതാണ് ഇന്നത്തെ ഒരു ന്യൂനത എന്ന് പറയുന്നത്. ഓ. പക്ഷെ ചില വരികളൊക്കെ ഗംഭീരമായിട്ടും പാടിയിട്ടുണ്ടേ. കളഭം ചാർത്തും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവും ഒന്നായി പാടും കനിയൂടയോരേ. അതെ. ആ ഫീൽ കിട്ടിയിട്ടുണ്ട്, ഈ പാട്ടിന്റെ ഫീൽ കിട്ടിയിട്ടുണ്ട്, അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഗുഡ്. താങ്ക് യു. പിന്നെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പെർഫോമൻസ് റൗണ്ട് ആണല്ലോ. അതെ. അപ്പൊ പെർഫോമൻസിനെ പറ്റിയാണ്. ഓ. പെർഫോമൻസിന് ഒരു ടൈമിംഗ് വേണം. ഓ പെർഫോമൻസിന് ടൈമിംഗ് ഇല്ലെങ്കിൽ അത് വീണ് പോകും. ഓ ഇന്നിപ്പോ എനിക്ക് തോന്നുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വന്നില്ലേ, ആ അത് സമയത്തിനല്ല വന്നതെന്ന് തോന്നി. ആ ഓ ഇങ്ങനെ സമയത്തിന് വന്നു, പിന്നെ സംശയിച്ചു എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. പിന്നെ അവിടെ വരെ വന്നിട്ട് തിരിച്ചു പോയി. ഒരു പ്ലാനിങ് ഇല്ല. അതന്നെ. ഇവിടെ ഞാൻ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്, ഇവിടെ വന്ന് എല്ലാ പെർഫോമൻസിനും ഒരു പ്ലാനിങ് ആൻഡ് കോർഡിനേഷൻ ഓ എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യണം, മനസ്സിൽ വേണം, ഓക്കെ. കൃത്യമായിട്ടല്ലെങ്കിലും ഏകദേശം ഒരു പ്ലാൻ വേണം. പിന്നെ അതെങ്ങനെ കോർഡിനേറ്റ് ചെയ്യും, എവിടെ അത് നമ്മൾ തുടങ്ങും, എവിടെ അത് അവസാനിപ്പിക്കും, എവിടെ നമ്മൾ പെർഫോമൻസ് ചെയ്യില്ല, എവിടെ പെർഫോമൻസ് അഗ്രസീവ് ആക്കും, എവിടെ ഒരു ന്യൂട്രൽ പെർഫോമൻസ് കൊടുക്കും, എവിടെ ഒരു ചിരി കൊടുക്കും. ഓ ഇതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് കോർഡിനേറ്റ് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ നമ്മൾ അറിയാതെ ഇതൊക്കെ വന്നോളൂ. ഓ ആദ്യം അങ്ങനെയാണ് പഠിക്കുന്ന, അങ്ങനെയാണ് പെർഫോമൻസ് പഠിക്കുന്ന, അങ്ങനെയാണ്. അപ്പൊ ഇന്നത്തെ പെർഫോമൻസിൽ എനിക്ക് തോന്നി പിന്നെ ഒരു തുഴയുന്ന ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ. അത് ഒരു പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ചെയ്ത പോലെ ഫീൽ ഉണ്ട്. എന്തെങ്കിലും ചെയ്യണ്ടേ, അല്ലെങ്കിൽ ഈ ചങ്സ് എല്ലാം കൂടെ മാർക്ക് കുറച്ചാൽ എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് ചുമ്മാ തുഴഞ്ഞു. ഇതിന് യാതൊരു പങ്കുമില്ലാത്ത ആളാട്ടോ. എപ്പോഴും പെർഫോമൻസ് നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റിൽ വരണം, പക്ഷെ പ്ലാനിങ് ആൻഡ് കോർഡിനേഷൻ വേണം. ഓ ഓക്കെ, അത് മനസ്സിൽ വെക്കുക. ഓക്കെ. വെച്ചോ, വെച്ചു. പ്രതിഷ്ഠിച്ചോ. പ്രതീക്ഷിച്ചു. ഞാൻ അങ്ങനെ ഒരു നാച്ചുറൽ ബ്ലോസം ഇനി പെർഫോമൻസിൽ കാണാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സാം കുട്ടൻ്റെ. കേട്ടോ? ഓക്കെ. ഞാനും അതേ അഭിപ്രായത്തെ യോജിക്കുന്നു. പിന്താങ്ങുന്നു. ആ. ആ അപ്പോ കുറച്ചും കൂടി ഒന്ന് ഒരു എനർജറ്റിക് ആയിട്ട് ഈ പാട്ട് അങ്ങനെയാണല്ലോ. സീൻ കണ്ടിട്ടില്ലേ, ലാലേട്ടൻ പറഞ്ഞിട്ടില്ലേ, കിടക്കട മുകളിൽ കയറി ചാടി. ആ ഇവിടെ കിടക്കട മുകളിൽ ചാടണമെങ്കിലും ജസ്റ്റ് ഇങ്ങനെയൊക്കെ വന്ന കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള ആക്ഷൻ ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചു. പിന്നെ എന്തോ ഒരു ചമ്മല് അതിപ്പോഴും വിട്ടുമാറിയിട്ടില്ല സാം കുട്ടന്. ഇങ്ങ് വരായിരുന്നു, ഞാൻ കൈകൊണ്ട് ഇങ്ങോട്ട് കാണിക്കുന്നത്. ഇവിടെ വന്ന് ഇവിടെ ഇരുന്ന് പാടായിരുന്നു. പക്ഷെ സാം കുട്ടന്റെ മനസ്സിലൊരു തോന്നല്, ഞാൻ ഇനി അധികം മൂവ് ചെയ്താൽ അത് പാട്ടിനെ ബാധിക്കും എന്നുള്ളൊരു തോന്നൽ സാം കുട്ടന്റെ മനസ്സിൽ ഉടനീളം ഉണ്ടായിരുന്നതായി ഞാൻ കാണുന്നു. അല്ലേ? അത് ലാസ്റ്റ് അങ്ങനെ വിചാരിച്ച പോലെ തന്നെ തിരിച്ചങ്ങോട്ട് പോയിട്ട് മോളിൽ കയറിയിട്ടാണ് കളഭം ചാർത്തും പാടിയത്. അനുപല്ലി ചരണം കഴിഞ്ഞിട്ട് അതിൽ ചെറിയൊരു ഷേക്ക് ഉണ്ടായിരുന്നു. എന്നാലും ആ ബിജിയുടെ സമയത്തൊക്കെ കുറച്ചൊന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു, കൂടുതൽ കുറച്ച് നല്ല സ്റ്റെപ്സ് ഒക്കെ പ്രതീക്ഷിച്ചു. ടൈമിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പെർഫോമൻസിൽ. ഇപ്പൊ എം ജി ഞങ്ങൾ പറഞ്ഞില്ലേ, അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. അപ്പൊ എനിക്കും ആ സംഗതികളുടെ ക്ലാരിറ്റി അത് ആ സംഗതിയുടെ ഒക്കെ ക്ലാരിറ്റി വേണം. അതുപോലെ തന്നെ കളഭം ചാർത്തും പറഞ്ഞ് എം ജെ ഞങ്ങൾ പാടിപ്പിച്ചില്ലേ അത്. പിന്നെ മധുമൊഴികളിലും നെയ്ത്തിരികളിലൊക്കെ ചെറിയ ക്രാക്ക് ഉണ്ടായി വോയിസിന് കേട്ടോ. അതിപ്പോ ശബ്ദം ചേഞ്ച് ചെയ്യുന്ന സാം കൂടെ സമ്മതിക്കില്ലെങ്കിലും ചേഞ്ച് ചെയ്ത് തുടങ്ങി കേട്ടോ. സ്വരങ്ങൾ പാടിയപ്പോ അവസാനം കൊണ്ട് നിർത്തിയ പഞ്ചമം അത് കുറച്ച് ശ്രുതിന്ന് മാറിപ്പോയി കേട്ടോ. കറക്റ്റ് നോട്ടിൽ വന്നില്ല. ബാക്കി ഭാഗങ്ങൾ എനിക്കിഷ്ടമായി. ലാസ്റ്റ് പല്ലവിയും ആ ഒരു ഷേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നന്നായിരുന്നു, വളരെ നന്നായിട്ട് പാടി. മൊത്തത്തിൽ ഒരു ഓളം സൃഷ്ടിച്ചു ഈ പാട്ട് എന്തായാലും. എന്നാലും അതിലും കൂടുതൽ വേണം ഈ പാട്ടിൽ, അതാണ് ഞങ്ങൾ മിസ് ചെയ്തത്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കണം. അത് മിസ് ചെയ്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ സാം കുട്ടൻ ഇതിനേക്കാളും കിഡിലനായിട്ട് പല പെർഫോമൻസ് റൗണ്ടുകളിലും പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എസ്പെഷ്യലി ഒരു ഭ്രാന്താശുപത്രി എന്നൊക്കെ വരുമ്പോ ആ ഒരു വൈബിലാണ്, ആ ക്യാരക്ടറാണല്ലോ. അതെ, ആ ക്യാരക്ടറിലല്ലേ പാടുന്നത്. സാം കുട്ടനായിട്ടല്ലല്ലോ പാടിയത്, ക്യാരക്ടറായിട്ടല്ലേ പാടിയത്. ഞാൻ അറ്റ്ലീസ്റ്റ് ഇവിടെ വന്ന് 2 സെല്യൂട്ടൊക്കെ തന്നപ്പോ ഞാൻ വിചാരിച്ചു ഇതിലേ വന്ന് ചേറിന്റെ പുറകിലേക്ക് വന്നിട്ട് കളഭം ചാർത്തും അങ്ങനെയൊക്കെ പാടുന്നു. അതൊക്കെ രസമാണ്. പെർഫോമൻസ് റൗണ്ടിൽ ആക്ച്വലി ഇങ്ങനത്തെ നമുക്ക് മടി വരാതെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റണം, പ്രാങ്ക് ചെയ്യാം. അതെ, അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പൊ പിന്നെ ഇങ്ങനെ അനങ്ങാണ്ട് എന്ന് പറഞ്ഞേക്കാളും നല്ലത് കളഭം ചാർത്തും ഇങ്ങനെയൊക്കെ പാടിയൊന്നിങ്ങണ്ടല്ലോ, അത് വേറൊരു ഓളം, വേറൊരു സംഭവമായി മാറിയനെ കേട്ടോ. സാംകുട്ടന്റെ കയ്യിൽ നിന്ന് ആ എനർജി നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു എനർജി സാംകുട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷെ പാട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി.
കുറച്ചും കൂടെ ഒരു പവർ വേണമായിരുന്നു എന്ന് തോന്നുന്നു, ഇച്ചിരിയും കൂടെ. എനിക്ക് തോന്നുന്നു സാം കുട്ടന് തന്നെ ഒരു ഉന്മേഷം മൊത്തത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ മൊത്തത്തിൽ പാട്ടിനും നല്ല ഉന്മേഷം ഉണ്ടായിരുന്നു. സ്വരങ്ങൾ പാടുമ്പോഴും ഒരു ഭയന്ന് പേടിച്ചൊരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് എന്നൊക്കെ പറഞ്ഞ ഒരു ചുറുചുറുക്ക് അതിൽ വേണമായിരുന്നു. പിന്നെ വേറെ ഒന്ന് തോന്നിയത് മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ട് ആണ് MG സാർ അത് പാടിയിരിക്കുന്നത്. അതുപോലെ സദയം സസ്നേഹം പരിഗണിക്കൂ, മനസ്സിലായോ? അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ മിസ്സിംഗ് ആയിരുന്നു എന്ന് തോന്നി. പാട്ടിനും ഒരു ഭ്രാന്താശുപത്രി എന്ന് പറഞ്ഞ പോലെ ആ ഒരു വൈബ് മൊത്തത്തിൽ മിസ് ചെയ്തു കേട്ടോ. അതാണ് എനിക്കിന്ന് തോന്നിയത്. സാംകുട്ടൻ മിടുക്കൻ പെർഫോമറാണ്, നമുക്ക് ഓൾറെഡി അറിയാം. ഉഗ്രൻ സിംഗറുമാണ്, നല്ല പെർഫോമറുമാണ്. കിടിലം പെർഫോമൻസ് ഇതിനു മുന്നേ നമുക്ക് തന്നിട്ടുമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ആ സൈക്കിളൊക്കെ ഓടിച്ചു വന്നപ്പോ പുതിയതൊരു ചമ്മലൊക്കെ വന്നിരിക്കണേ. ചമ്മലൊന്നുമില്ല, പിന്നെന്താ മൊത്തം ചമ്മല ഞങ്ങൾക്ക് ഫീൽ ചെയ്തേ. ഒരു എന്തോ ഡാൻസ് ചെയ്യാൻ മടി, ഇവിടേക്ക് വിളിച്ചിട്ടും വരാൻ മടി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, സല്യൂട്ടൊക്കെ ഇഷ്ടപ്പെട്ടു. അടുത്തതിന് സെറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മധുങ്കൾ ഈ മൂവിയിൽ ഒരു നല്ല പാട്ട് പാടിത്തരുമോ ഞങ്ങക്ക്? സാംകുട്ടന് കുറച്ച് കൂടുതൽ എനർജിക്ക്. MG അങ്കിളും നമ്മളെല്ലാരും ചേർന്ന് ഓ ഓക്കെ. കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു നീഹാരം തൂവുന്നു, കതിരൊളികൾ പടരുന്നു, ഇരുളലകൾ അകലുന്നു, പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തൊടുത്ത വാനം നോക്കി, കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. താങ്ക് യു. സാംകുട്ടാ, എന്തോ ഇന്നത്തെ മാർക്ക് അറിയണ്ടേ? അറിയണം. പക്ഷെ അതിനു മുന്നേ എനിക്കൊരു പ്രോമിസ് ചെയ്യണം. ആ അടുത്ത പ്രാവശ്യം പെർഫോമൻസ് റൗണ്ടിൽ ഉഷാറായി പെർഫോമൻസ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, പ്രോമിസ്? സുമാറായിട്ട് പോരാ, ഉഷാറായിട്ട്. യെസ്. അപ്പൊ സാംകുട്ടന്റെ ഇന്നത്തെ മാർക്ക് 97 ഔട്ട് ഓഫ് 100. താങ്ക് യു. ഇവിടെ സംഗീതം അനുവദിക്കൂ. സാംകുട്ട നമ്മൾ അടുത്ത റൗണ്ടിലാണ്, അപ്പൊ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ. Okay. ഓൾ ദി ബെസ്റ്റ്, ബൈ. ബൈ. നമ്മുടെ ടോപ്പ് സിംഗറിൽ ഇനി ഒരു സൂപ്പർ മെലഡി സോങ്ങുമായിട്ട് തമിഴ് സിംഗം, അങ്ങനെ പറഞ്ഞാൽ അറിയൂല, അമ്പത്തൂർ സിംഗം എത്താൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ റൈക്ക കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ஹாய், வணக்கம் வணக்கம் வணக்கம். எப்படி இருக்கீங்க? நம்ம அம்பத்தூர் சிங்கமா? ஓ, മതങ്ങൾ വന്നു ഇതിലേക്ക് എത്തി. வாங்க வாங்க. ஓ, ரொம்ப பிரமாதமா இருக்கே இந்த Dress. താങ്ക് യു. எங்க இருந்து? இது வந்து நான் ரெடிமேட் வாங்கினதாக்கும். அப்படியா? ரொம்ப ஸ்யூட்டா இருக்கு, உங்களுக்கு நல்ல மேட்சிங்கா இருக்கு. താങ്ക് യു. നല്ല കോമ്പിനേഷൻ. ஆமா. താങ്ക് യു. கீழே என்ன இந்த இதெல்லாம் പീകോക്ക് டிசைன் எல்லாம்? പീകോക്ക്. ஓ, பீகாக்கா? ஓகே, சரி சரி. இன்னைக்கு கீழே கண்மை போட்டிருக்கீங்களா? அதான் லாஸ்ட் எபிசோட்ல வந்த மாதிரியே இருக்கு உங்களை பாக்குறதுக்கு. ഒരു മാറ്റം. அன்னைக்கு ரெட் தானே போட்டிருந்தீங்க? ആ ஆமா, இன்னைக்கு ரெட். റെഡ്. ஏன், என்ன விசேஷம்? ഒന്നുമില്ലേ. அப்படியே பாட்டு சும்மா. பாட வேண்டி. ஓகே. അതന്നെ. முடியல வந்து என்ன வால் போட்டிருக்கு. ഇത് ഞാൻ ബാങ്ക്സ് കട്ട് பண்ணப்போ ஆ. அது அதுல இருந்து கொஞ்சம் எடுத்து அப்படி முன்னாடி ഫ്രണ്ടിൽ போட்டிருக்காங்க. വെച്ചത് അല്ലേ? நல்லா இருக்கு. ஓகே, நல்லா இருக்கு, அழகா இருக்கு. இன்னைக்கு வந்து ஸ்ரீ பார்வதி மாதிரி தெரியும். ஆமா, താങ്ക് യു. பார்வனேந்து முகி மாதிரி தெரியுது இல்ல? ഈ പറഞ്ഞ വാക്ക് ഏതെങ്കിലും പാട്ടിലുണ്ടോ? പാർവതി തോന്നുന്നു. രണ്ടും ഉണ്ട്. இன்னைக்கு நான் பாட போற பாட்டு. அப்படியா? அதான் நீங்க பாட போற பாட்டா? ഓ, അറിഞ്ഞില്ല ஓ, பார்வனேந்து முகி பார்வதி, அது அந்த சாங்கா? எப்படி இப்படி எல்லாம் கோயின்சிடன்ஸ் தானே, இப்படி எல்லாம் வருது? ஓகே ஓகே, சரி. அப்ப அதோட டீடைல்ஸ் கொஞ்சம் சொன்னா கொஞ்சம் நல்லா இருக்கும்னு நினைக்கிறேன். சொல்லுங்க. മൂവി പരിണയം, ഇയർ 1993, കമ്പോസർ ബോംബെ രവി സാർ, ലിറിക്സ് യൂസഫ് അലി കേച്ചേരി സാർ, പാടിയത് ചിത്രമ്മ. அப்படியா? It's a very very beautiful song. It's a beautiful song. ஆமா. Very beautiful. ரொம்ப எனக்கு ரொம்ப பிடிச்ச பாட்டு. ആ இப்போ ரெடி ஆச்சா? பாடுறதுக்கு ரெடியா? റെഡി. കേൾക്കാം നമുക്ക്. ஆரம்பிக்கலாமா? ആ ஆரம்பிக்கலாமா? ആർബിക്ലബ. ஓகே, ரெடி. All the best, Rika baby. താങ്ക് യു.
മോളെ, ഗുഡ് ഗുഡ്. താങ്ക് യു. ബ്യൂട്ടിഫുൾ. കോറസ് വെരി നൈസ്. താങ്ക് യു സർ. റൈക്കൂസ് ഓ നല്ല ചുന്ദരിയായിട്ട് പാടി കേട്ടോ. താങ്ക് യു. പാടുന്ന കാണാൻ ഭയങ്കര രസമായിരുന്നു. സർപ്പനായക പൂഷയേന്തും സാംബശിവനുടെ ചാരുകളത്തിൽ. ഇങ്ങനെ മാത്രമല്ല, ക്യാമറ ഫേസ് ചെയ്ത് ഫോക്കസ്ഡ് ആയിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ട അതെ കാര്യം. അതെ അതെ. താങ്ക് യു. അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിട്ടാ പാടുന്നത്. ഞാൻ கேமரா சிவரும் பார்வதியும் நிக்கிறா. அந்த மாதிரி தான் நடிச்சுட்டு பாடுறீங்களா? ചരണത്തിൽ சொல்றது. Yes, yes, yes. നിദ്ര നീങ്ങി. നീങ്ങി. നിദ്ര നീങ്ങി എന്ന് പറഞ്ഞാൽ ഉറക്കം മാറിപ്പോയി, ഉറക്കമില്ലാതെ. നിദ്ര നീങ്ങി അല്ലും പകലും എന്നാണ്. അല്ലും പകലും. അല്ലും എന്ന് പറഞ്ഞാൽ അത് ശരിക്കും രാത്രിയാണ്. അല്ലും പകലും എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും, രാപ്പകൽ എന്നർത്ഥം. നിദ്ര നീങ്ങി അല്ലും പകലും എന്ന് പാടണം. അതുപോലെ ചാരു ഗളത്തിലാണ്. അത് കളത്തിൽ പോലെ കേട്ടു. ചാരു കളത്തിൽ എന്നാ പാടിയ. ചാരു ഗളത്തിൽ ആണോ? ഇതാണ് ഫീല്. ഗളം എന്ന് പറഞ്ഞാൽ കണ്ഠം. ചാരു ചാരു എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ. അത് വിഘ്നം എന്ന് പാടി. അതാണ് തമിഴിൽதான் വിഘ്നേശ്വരൻ சொல்லுவாங்க. മലയാളത്തിൽ വരുമ്പോൾ സാൻസ്ക്രിറ്റിൽ എല്ലാം വരുമ്പോൾ വിഘ്ന. പകുത്തെടുത്തുമ പതിമാനസനെ നിലയനമാക്കി, അങ്ങനെയല്ലേ പറഞ്ഞു. അപ്പൊ ഇത്തരം വരികളും വാക്കുകളൊക്കെ കൃത്യമായിട്ട് വരേണ്ടതുണ്ട്. അത് യൂസഫ് അലി സാർ സാൻസ്ക്രിറ്റ് സ്കോളർ കൂടെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരുപാട് സംസ്കൃത വാക്കുകൾ ഇങ്ങനെ മലയാളത്തിന്റെ കൂടെ ഒരു മണിപ്രവാളം പോലെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം പാട്ടുകൾ പാടുമ്പോൾ നമ്മൾ ഓരോ വാക്കും എന്താണെന്ന് മനസ്സിലാക്കി പറയുന്നതും പാടുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, that is the first point. Now going to the second point. That is about the ragam. ഇപ്പൊ കഴിഞ്ഞ ഒരു പെർഫോമൻസ് ഞാൻ പറഞ്ഞു കുറച്ച് ഓവർ കർണാട്ടിക് ശീലുകൾ അതിനകത്ത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇതിലെനിക്ക് തോന്നുന്നത് അണ്ടർ കർണാട്ടിക് ശീലാണ് വന്നത്. എന്ന് പറഞ്ഞാൽ ആ രാഗത്തിന്റെ ഭാവങ്ങൾ ശരിക്കും നമ്മൾ കൊണ്ടുവരേണ്ട അതിന് പറ്റിയൊരു പാട്ടായിരുന്നു. അതെ, അതിനെ കുറച്ചും കൂടെ അങ്ങനെ ഉപയോഗിക്കാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ മോഹനം എന്നുള്ള രാഗത്തിന്റെ, മോഹനം എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര മനോഹരം എന്നല്ല അർത്ഥം. അതിന്റെ മനോഹരമായ അതിസുന്ദരമായിട്ടുള്ള ഭാവങ്ങളുള്ള ഒരു പാട്ടാണ്. അപ്പൊ നമുക്കത് അങ്ങനെ തന്നെ കുറച്ചുകൂടെ സ്ലോ ആയിട്ട് പാർവണേന്ദു മുഖി എന്ന് പാടാമോ? പാർവണേന്ദു മുഖി, പാർവണേന്ദു, പാർവണേന്ദു. അതിൽ തന്നെ വ്യത്യാസമുണ്ട്. മുഖി 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 മുഖിയല്ല മുഖി മുഖി മുഖി. പാർവതി പാർവതി. അതെല്ലാവരുടെയും ഒന്ന് സ്ലിപ്പ് ആയിട്ടുണ്ടായിരുന്നു. പാർവതി പാർവതി. ഏകദേശം. ഗിരീശ്വരന്റെ ഗിരീശ്വരന്റെ ശ്രുതി. ചിന്തയിൽ 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 മുഴുകി 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 മുഴുകി. മുഴുകി. നിന്നുകോരി ശരിയാണ്. നിന്നുകോരി വർണ്ണം പഠിച്ചിട്ടുണ്ടോ? அந்த மாதிரி വലഞ്ഞു 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 അപ്പൊ മോഹനരാഗം കുറച്ചും കൂടെ നമുക്ക് പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അടുത്ത ലൈൻ സർപ്പനായക പൂഷ പാടും. സർപ്പനായക പൂഷയേ പൂഷ പൂഷ പൂഷയേ ഭൂഷ പൂഷയേന്തും സാംബശിവനുടെ ചാരുകളത്തിൽ ചാരുകളത്തിൽ. ഞാൻ കൂടുതൽ അത് പാടിപ്പിച്ചോണ്ടേ ഇരിക്കുന്നില്ല. അപ്പൊ ആ രാഗഭാവം ഇതിനകത്ത് കുറവായിട്ട് തോന്നി മക്കളെ. അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഈ പാട്ട് ഞാനും തമ്മിൽ ഉണ്ടായില്ല.
ഓക്കെ വെൻ യു സാങ് ഉം. അത് ഉണ്ടാവണം. ഓക്കെ അപ്പോൾ ഒരു പാട്ട് നമ്മൾ എടുക്കുമ്പോൾ എവിടെയാണ് നമ്മൾ കയറി പിടിക്കേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അത് ഇന്റലിജന്റ് ആയിട്ട് വിചാരിക്കണം. ഇപ്പൊ ഇതില് ആ ക്ലാസിക്കൽ, ഞാൻ അന്ന് പറഞ്ഞ ആ വാക്കാണ് ഗരിമ. ആ ഗരിമ ഇതിനകത്ത് വേണം. എങ്കിൽ മാത്രമേ ആ മോഹനം ഫീൽ ചെയ്താൽ മാത്രമേ ഈ പാട്ട് ഫീൽ ചെയ്യുള്ളൂ. അപ്പോഴാണ് ഈ പാട്ട് തന്നെ മോഹനമാണ്. ഓക്കെ, ശ്രദ്ധിക്കുമല്ലോ റൈക്ക. ടേക്ക് ഇറ്റ് പോസിറ്റീവ്. ഓക്കെ, ഐ നോ ദാറ്റ് യു വിൽ ടേക്ക് ഇറ്റ് പോസിറ്റീവ്ലി കേട്ടോ. പക്ഷെ എന്നാലും ആകെ പെർഫോമൻസിൽ ഒരു വൈബ് ഉണ്ടായിരുന്നു. റൈക്കുട്ടി, நீங்க பாடுறது பார்க்கும் போதெல்லாம் ரொம்ப அழகா இருந்தது, ரொம்ப ஐஸ்வர்யமா இருந்தது. ஆனா நீங்க லாஸ்ட் டைம் வந்த போது எந்த பாட்டு பாடுனீங்க? மஞ்சணி கொம்பில் வந்து அதுல வந்து சங்கதி ரொம்ப லைட்டா தான் பாடணும். அதோட நேரம் ஆப்போசிட் இது. இன்னைக்கு நீங்க கர்நாடிக் ஃபிளேவர் ஜாஸ்தி கொண்டு வரணும் அந்த பாட்டுல. நானும் இது நிறைய பாட வைக்கணும்னு ஆசைப்படுறதில்லை. நிறைய இடத்துல கொஞ்சம் ஸ்ருதி ப்ராப்ளம் இருக்கு. கொஞ்சம் அந்த சங்கதியோட பெர்ஃபெக்ஷன் வரணும். அந்த தெளிஞ்சு பார்வதி, அந்த பார்வதி தெளிஞ்சு, அதெல்லாம் கொஞ்சம் கரெக்டா வரணும். அதெல்லாம் ரொம்ப சிம்பிள் சங்கதி தான். அது பாடுறதுக்கு கொஞ்சம் அது கரெக்டா புரியல நினைக்கிறேன் உங்களுக்கு. அந்த எப்படி அதோட அந்த யூஸ், ராகத்தோட இந்த மாதிரி எப்படி யூஸ் பண்றதுன்னு உங்களுக்கு புரியலன்னு நினைக்கிறேன். அவ்வளவுதான் அது. அதெல்லாம் கொஞ்சம் ஃப்ளோவில் வரணும், அவ்வளவுதான். நிறைய இருக்கு. அனுபலவியில சரணத்துல எல்லாம் கொஞ்சம் ஸ்ருதி பிரச்சனைகள் நிறைய இருக்கு. அதனால எல்லாம் நான் பாட வைக்கல. அப்படி எனக்கு ஆசை இல்லை. ஓகே, നെക്സ്റ്റ് ടൈം കറക്റ്റാ പാത്തിട്ട് വാங்க. റൈക്ക ബേബി, നല്ലൊരു ഐശ്വര്യം ഉണ്ടായിരുന്നു മൊത്തത്തിൽ കേട്ടോ. ആ ഒരു വിസ്താരവും ഈ ഒരു കോസ്റ്റ്യൂമും പാട്ടും അതിന്റെ ഒരു വൈബും എല്ലാം കൂടെ ഒരു നല്ലൊരു ഐശ്വര്യം ഫീൽ ചെയ്തു. ഓവറോൾ രസം ഉണ്ടായിരുന്നു കേൾക്കാൻ വേണ്ടി. പക്ഷെ എന്തുകൊണ്ടോ ഇന്ന് റൈക്ക ബേബിയുടെ ഒരു ഗുഡ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു ഗുഡ് ഡേ ആയിരുന്നില്ല എന്ന് തോന്നുന്നു. കുറേ സ്ഥലത്ത് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു രാഗ ബേസ്ഡ് ആയിട്ട് പാടേണ്ടിയിരുന്ന കുറേ ഭാഗങ്ങള് അങ്ങനെ അല്ലാതെ ലൈറ്റ് ആയിട്ടാണ് ഇന്ന് വന്നത് എന്ന് തോന്നി കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു കൺട്രോൾ ഉള്ള പോലെ ഫീൽ ചെയ്തില്ല എനിക്ക് കേട്ടോ. അതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇന്ന് തോന്നിയത്. പറയുവാണെങ്കിൽ ഇങ്ങനെ പാർവതി എന്ന് പറഞ്ഞ അവിടുത്തെ സംഗതിയും തെളിഞ്ഞും ഒക്കെ സെയിം ആണ്, എല്ലാം ഏകദേശം സെയിം, ടെക്നിക്ക് സെയിം ആണ്. പക്ഷെ അവിടെ കുറച്ചും കൂടെ രാഗ ഫ്ലേവറിൽ പാടിയിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിരുന്നേന്ന് തോന്നുന്നു കേട്ടോ. അതാണ് ഇന്ന് എനിക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്തത്. പിന്നെ മിടുക്കിയായിട്ട് പാടി, നല്ല എന്താ പറയാ, കറക്റ്റ് ക്യാമറയിൽ നോക്കി നല്ല ബ്രെത്ത് ഒക്കെ എടുത്ത് കറക്റ്റ് പോസ്റ്ററിൽ നിന്നിട്ടാ നിന്നു. അതൊക്കെ രസമായിരുന്നു. ഓക്കെ, മിടുക്കിയാണേ. അപ്പൊ അടുത്ത പ്രാവശ്യം ഈ ഫ്ലേവേഴ്സ് ഒക്കെ നോക്കി, രാഗമൊക്കെ നോക്കി കറക്റ്റ് വേണ്ടതാണോ, ആ ഗരിമ വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്നൊക്കെ നോക്കിയിട്ട് വേണം പാട്ട് പാടാൻ വേണ്ടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ബേബി. താങ്ക് യു. ശരിക്കും ഇന്ന് പാടിയില്ലേ, കോറസ് പാടിയില്ലേ, യു ക്യാൻ പെർഹാപ്സ് ടേക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദിയർ ബുക്ക് എന്ന് പറഞ്ഞാൽ അവർ പാടി അതിന് ഈ ഭാവങ്ങൾ ഉണ്ടായിരുന്നു. സോ ഐ ഫൗണ്ട് ദാറ്റ് വെരി വെരി നൈസ്. അപ്പൊ അതൊന്ന് ഫോളോ ചെയ്താൽ തന്നെ കിട്ടുമായിരുന്നു. ഓക്കെ, എനിവേ ഈ ചേഞ്ചസ് ഒക്കെ വരട്ടെ കേട്ടോ. അപ്പൊ മാർക്കിലേക്ക് പോലെ മധുവേ. ரேக்ககுட்டி, இன்னைக்கு நீங்க ரொம்ப நல்லா ட்ரை பண்ணீங்க. ஆனா அந்த அளவுக்கு வரல. அது உங்களுக்கும் புரியுது, எங்களுக்கும் புரியுது, எல்லோருக்கும் புரியுது. அதனால இன்னைக்கு கொஞ்சம் மார்க் கம்மியா இருக்கு. அதுல கவலைப்படாதீங்க. நெக்ஸ்ட் டைம் அது நீங்க மேக்கப் பண்ணணும். ஓகே, டுடேஸ் மார்க் that is 96 out of 100. റൈക്കുട്ടി, അപ്പൊ ഒന്നും കൂടുതൽ പറഞ്ഞില്ല, ഒക്കെ റൈക്കുട്ടിക്ക് അറിയാം. ഓൾ ദി വെരി ബെസ്റ്റ്. ബൈ. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. ആദമൻ കിനാവുകൾ തളർത്തുവോ മീനുകുട്ടി? തളർത്തായിരുന്നോ ആര്യ ചേച്ചി? എനിക്ക് ഉറപ്പില്ല മീനൂട്ടാ. മധുവങ്ങൾ തളർത്തായിരുന്നോ? തളിർത്തു വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം.
ഏതനിൽ ഒലിവുകൾ തളർത്തുവോ? എന്താ സാറിന്റെ ഉദ്ദേശം? തളർത്തോ? അതെന്താ ഈ വിരിഞ്ഞോ അല്ലെങ്കിൽ തളിർത്തോ എന്നൊക്കെ ചോദിക്കുന്നത്? പാരിജാതം പൂത്തോ? പൂക്കണോ? ദേവദാരു പൂത്തോ? പൂക്കണോ? പൂക്കണം, പൂത്തേ ഇത് പറ്റൂ. ഏതോ അടുത്ത് വരാൻ പോകുന്ന എന്തോ സംഭവത്തിന്റെ പൂപ്പിക്കാം. മുന്നോടിയാണ്. ഒന്ന് പൂപ്പിക്കാമോ? പൂപ്പിക്കാം. കേട്ടാ, അടുത്തെന്തോ വരാൻ പോകുന്ന വലിയൊരു സംഭവത്തിന്റെ മുന്നോടിയാണ്. ദേവദാരു. എന്ന് വേണം നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ Yes. കരുതാൻ. നമ്മൾ അതെ. അങ്ങനെ മനസ്സിലാക്കണം അതെ, ഈ മീനൂട്ടാ. പറഞ്ഞതെല്ലാം തളിർപ്പിക്കാനും പൂപ്പിക്കാനുമായിട്ട് ഒരാളെത്താൻ പോവാണ്. ലെറ്റ്സ് വെൽക്കം മൈഥിലി ഓൺ സ്റ്റേജ്. Hi. എന്റെ മാലയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? ഉടുപ്പിന്റെ കൂടെ ഉള്ളതാണോ? അല്ല, പിന്നെ കാണിച്ചേ അങ്ങനെയല്ല. ആ. ഈ മാലയും ടോപ്പ് സിംഗർ ആയിട്ടൊരു ബന്ധമുണ്ട്. ഓ ടോപ്പ് സിംഗറിൽ ആദ്യം വന്നപ്പോ ഈ മലയാണ് ഇട്ടത്. അതെ. ഓ, അത് ശരി. താങ്ക് യു. ഈ ഓ, മീനൂട്ടി ആദ്യം വന്നപ്പോ. പെട്ടെന്ന് കണ്ടുപിടിച്ചല്ലോ. അതായിരിക്കുമല്ലോ, വേറെ എന്ത് ബന്ധം ഉണ്ടാവും? മാല കാണിക്കാനാണോ പാട്ട് പാടാനാണോ അത്? പാട്ട് പാടാൻ. രണ്ടിനും. എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് എം.ജെ. സാർ ചോദിച്ചു ആദമിൻ കിനാവുകൾ തളിർത്തുവോ, തളർത്തോ? തളർത്തുവോ? അങ്ങനെ ചോദിച്ചു. പിന്നെന്താ ഏതനിൽ ഒലിവുകൾ ഒലിവുകൾ തളർത്തോ? തളിർത്തുവോ, പാരിജാതം പൂത്തോ? ദേവദാരു പൂത്തുവോ. പൂത്താൻ തോന്നുന്നു. പൂത്ത് കാണും. ആണോ? പാരിജാതം പൂ തൂക്കിയോ? തൂകണം. കാണും, തൂകണം. വേണം. സ്റ്റേജിൽ തൂക്കാൻ പോവാണ്. യെസ്, അതെ. ഏത് പാട്ട് പാടിയാ തൂക്കുന്നേ? മംഗല്യയാമം തിരുമംഗല്യയാമം. കണ്ടോ, പാട്ട് പാടിയാണ് തൂക്കുന്നത്. മംഗല്യയാമം. ആ പാട്ടല്ലേ? ആ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും കൂടി കേൾക്കാം. സിനിമ ഇസബല്ല. വർഷം 1988. സംഗീതം ജോൺസൺ മാഷ്. എഴുതിയത് ONV കുറുപ്പ് സാർ. പാടിയത് യേശുദാസ് സാറും സേതു പാർവതി മാം. Yes. വേറെ പാട്ട്. ഓ. ഇസബെല്ല. ആ, ഒരു ഉഗ്രം പാട്ടുണ്ട്. Yes. നല്ല പാട്ടാണ്. ബാലേന്ദ്ര മേനോൻ സാറല്ലേ? ബാലേന്ദ്രൻ സാറിന്റെ സിനിമയാണ്. യെസ് അതിലെ പാട്ടുകളൊക്കെ വളരെ പ്രത്യേകതകളാണ്. യെസ് യെസ് യെസ്. പ്രത്യേകിച്ചും ഈ മംഗല്യയാമം, ഉം. ആ, പ്രത്യേകിച്ചുള്ള ആ പാട്ട് വരട്ടെ. All the Yes. best. നമുക്ക് Thank you. മംഗല്യയാമം കേൾക്കാം. മംഗല്യയാമം തിരുമംഗല്യയാമം മലർവർണ്ണങ്ങൾ മന്ത്രകോടി നീർത്തുമ്പോൾ ഭൂമി ചാർത്തുമ്പോൾ ദേവദൂതർ പാടിയോ മംഗല്യയാമം തിരുമംഗല്യയാമം. ആദമിൻ കിനാവുകൾ തളിർത്തുവോ, ഏതു ഗന്ധർവ വീണതൻ നാദലാവണ്യമാണു നീ, ഏതൊരാരണ്യകം ചൂടും സൗഗന്ധികം, ഏതൊരു പൂവിലെ തേൻകണം, ഏതു കണ്ണിലഞ്ജനം, മംഗല്യയാമം തിരുമംഗല്യയാമം.
വെരി നൈസ്, വെരി നൈസ്, സൂപ്പർ. കോറസ് കലക്കി. താങ്ക് യു സർ. ബാൻഡ് സൂപ്പർ. നമ്മുടെ കുഞ്ഞിന് ഒരു കാവൽ മാലാഖ ഉണ്ടെന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമാണ് കേട്ടോ. കാരണം ഇങ്ങനെ കാത്ത് രക്ഷിച്ച് ഇങ്ങനെ മാലാഖമാര് വന്നിങ്ങനെ മൈദു നന്നായിട്ട് പാടണം എന്ന് അവര് തീരുമാനിച്ച പോലെയാണ് മൈദു എന്ന് പാടിയത്. താങ്ക് യു. ഗാർഡിയൻ ഏഞ്ചൽ അല്ലേ? ഗാർഡിയൻ ഏഞ്ചൽ Yes. അതാണ്. അതുകൊണ്ട് ഷുവറായിട്ടും ഉണ്ട് കേട്ടോ, എന്തോ ഒരു ഡിവിനിറ്റി ഉണ്ട്, ഒരു അതെ, പ്രസൻസ് അതെ. ഉണ്ട്. ഇതൊരു പ്രണയഗാനമാണെങ്കിൽ പോലും അതിലെന്തോ ഒരു ഡിവിനിറ്റി പോലെ എനിക്ക് ഫീൽ ചെയ്തത്. തീർച്ചയായിട്ടും. അതെ അതെ Yes. അതെ അതെ. ലവ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡിവിനിറ്റിയാണ് അതിനെ ഏറ്റവും പ്യൂറിസ്റ്റിക് ആണ്, പ്രിസ്റ്റീൻ ആക്കുന്നത്. Yes. പ്രിസ്റ്റീൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. അത് അങ്ങനെയാണ് കേട്ടോ. ഉം. അപ്പൊ അത് ഈ ശബ്ദത്തിലും ആ ഒരു പ്യൂരിറ്റി ഉണ്ടായിരുന്നു. ഉം. യെസ്. അത് ഹൃദയാർദ്രമായിരുന്നു. താങ്ക് യു. ആഹാ, ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ് കേട്ടോ. താങ്ക് യു. വാക്കുകൾക്ക് ഞാൻ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട്, എങ്ങനെ ഇത് ഞാനിത് ഡിസ്ക്രൈബ് ചെയ്യും, അതെങ്ങനെ ഡിഫൈൻ ചെയ്യും എന്നുള്ളതിനെ പറ്റി. എനിക്ക് ആ നീർത്തുമ്പോൾ എന്ന് പാടിയില്ലേ, അത് കൊള്ളായിരുന്നു. പിന്നെ ചാർത്തുമ്പോൾ ഗ്ലൈഡില്ലേ താഴോട്ട്, അതിങ്ങനെ അതെ അതെ. പാത്തിയെ എത്രയാണോ വേണ്ടത് ആ ട്യൂണിൽ Correct അളവിന്. ജോൺ സേട്ടൻ എന്താണോ ഉദ്ദേശിച്ചത് അതാണ്. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഈണം നൽകിയിരുന്നത്. പാത്തിയെ അതിനെ ഇറക്കി കൊണ്ടുവന്നു, അത് കൊള്ളായിരുന്നു. താങ്ക് യു. അത് super ആയിരുന്നു. ദേവദൂതർ പാടിയോ പിന്നെ ഏതനിൽ ഒലീവുകൾ തളിർത്തുവോ, ഞാനത് ചോദിച്ചില്ലേ തളിർത്തോന്ന്. മീൻകുട്ടാ ചോദിച്ചു. ഇപ്പൊ മനസ്സിലായോ തളിർത്തുന്ന്? തളിർത്തു. ഞാൻ ഇവിടെ പറഞ്ഞു തളിർത്തു തളിർപ്പിക്കും. അല്ലേ? പൂത്ത് തളിർത്തു. ആ പൂക്കുകയും ചെയ്തു തളിർക്കുകയും ചെയ്തു, ഒരു രക്ഷയില്ല കേട്ടോ. താങ്ക് യു. അപ്പൊ അത് ആ തളിർത്തോ എന്നുള്ള ആ സംഗതിയില്ലേ, അതെങ്ങനെയായിരുന്നു? അത് സൂപ്പർ ആയിരുന്നേ. ഏതനിൽ ഒലിവുകൾ തളിർത്തുവോ. ശരിക്കും ആ സംഗതിയിൽ ഒരു തളിർക്കലുണ്ട്, അതെ. അത് ഗംഭീരായിരുന്നു. അതിന്റെ കോഡ് പ്രോഗ്രഷൻസിലൂടെ മോക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ മോഡുലേഷൻസ്, നമ്മുടെ വോയിസ് മോഡുലേഷനല്ലേ പറയുന്നത്. മ്യൂസിക്കൽ മോഡുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും പല സ്കെയിൽസിന്റെ തോന്നലുകൾ നമുക്ക് ഉളവാക്കുന്നതാണ് മോഡുലേഷൻ എന്ന് പറയാം. അപ്പൊ ആ മോഡുലേഷൻ ഈ പാട്ടിൽ ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട്. അപ്പൊ ചരണം ഒന്നുകൂടെ അതിന്റെ ബ്യൂട്ടിയിൽ പാടി കേട്ടാൽ കൊള്ളാതെ എനിക്കൊരു കൊതി തോന്നുന്നു. ആ കോഡിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഏതനിൽ ഒലിവുകൾ തളിർത്തുവോ. ദേവദാരു പൂത്തുവോ. പാരിജാതം പൂത്തൂകിയോ. കേവലാനന്ദമായി കിളിയാടുന്നു നീ. ആദിയിൽ പാടിയോ രീരടി. പ്രാണനിൽ തുടിച്ചുവോ. ഫീൽ ചെയ്തു. അപ്പൊ ആ സസ്റ്റെയിൻസിലുണ്ടല്ലോ ആ കോഡൊന്ന് നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കാരണം ഒരേ നോട്ട് തന്നെ രണ്ട് കോഡ് ഷെയർ ചെയ്യുന്നുണ്ട്. പറഞ്ഞ് മനസ്സിലായി? നമ്മൾ ആദ്യം സസ്റ്റെയിൻ ചെയ്യുന്നു ആ നോട്ട്, അവിടെ ഒരു കോഡ് വരുന്നു. ആ സസ്റ്റെയിൻ നോട്ടിൽ തന്നെ കമ്പോസർ വേറൊരു കോഡും അസൈൻ ചെയ്തിട്ടുണ്ട്. ഈ നോട്ട് രണ്ട് കോഡിനും ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ആ സസ്റ്റെയിനിൽ നമുക്ക് ആ കോഡ് ഫീൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിനെ വേറൊരു ലെവലിലും കൂടെ കിട്ടും. ബ്രില്യന്റ് ആവും കുറച്ച് കേട്ടോ. ഒരു ഫുഡ് ഫോർ തോട്ടാണ്, കുറച്ച് ചിന്തയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ആഹാരം. ബട്ട് ഇറ്റ്സ് എ വെരി വെരി ബ്രില്യന്റ് ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. അങ്ങനെ ഗാർഡിയൻ ഏഞ്ചൽ എപ്പോഴും നമ്മുടെ മൈതുവിന്റെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. എങ്ങനെയുണ്ട് മധു യാമം? സന്തോഷയാമം ഇത് സന്തോഷയാമം ഇത് ഗീതയാമം. യെസ്, അങ്ങനെ ഒരു യാമാണ് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ആ മൈഥിലി കുട്ടിയുടെ പാട്ട് കാരണം കൊണ്ട് തന്നെ. യെസ്, വളരെ മനോഹരമായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. ആ വോയിസിന്റെ ഒരു ഭംഗി, അതിന്റെ ഒരു പ്രത്യേകത, ആ ഒരു വോയിസും ഈ പാട്ടും കൂടി നന്നായിട്ട് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് ഒന്നായി, അതെ ജെല്ലായി അങ്ങോട്ട് പോയി. വളരെ നന്നായിട്ട് പാടി കേട്ടോ, ഉഗ്രനായിട്ട് പാടി. നല്ല ഫീൽ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു ഡിവൈൻ, ഒരു ദിവ്യമായ ഒരു അനുഭൂതി. പല്ലവി സൂപ്പർ ആയിരുന്നു, ചരണം വളരെ നന്നായിരുന്നു. അനുപല്ലവിൽ മാത്രം ആദമിൻ കിനാവുകൾ തളിർത്തുവോ കുറച്ചൊന്ന് ശ്രുതിയില്
കുറച്ചൊന്ന് ചേരണം എന്ന് എനിക്ക് തോന്നി. ഉം. ഏത് ഗന്ധർവ വീണതൻ ആ 2 ലൈൻസ് അതൊന്നും സ്റ്റഡി ആയില്ലായിരുന്നു. ബാക്കിയെല്ലാം സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു. യെസ്. സഞ്ജയ് സാറും മധുചേട്ടനും അനലൈസ് ചെയ്തത് വളരെ കറക്റ്റായിട്ട് എനിക്കും അത് തന്നെയാ പറയാൻ തോന്നുന്നത്. ടോപ്പ് ബാൻഡുമായിട്ട് നല്ല ജെല്ലായി പോവുക. അതെ. താങ്ക് യു. മാത്രമല്ല ബ്യൂട്ടിഫുൾ സെലക്ഷൻ. അത് സെലക്ഷൻ എങ്ങനെയാന്ന് പറഞ്ഞാൽ മൈഥിലിക്കുട്ടിയുടെ റേഞ്ചിന് പറ്റിയൊരു പാട്ട്. അതായത് അധികം താഴോട്ടേക്കും പോണില്ല മേളിലേക്കും പോണില്ല. മൈഥിലിക്കുട്ടിക്ക് വേണ്ട സ്ഥലത്തൊക്കെ നല്ല ബ്രീത്തും കിട്ടുന്നുണ്ട്, നല്ല രസമായിട്ട് പാടാൻ പറ്റുന്നുണ്ട്, വളരെ സ്റ്റേബിൾ ആണ് വോയിസ്. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല കൺട്രോൾ, പാടുന്നതിന് നല്ല കൺട്രോൾ ഉള്ള സിംഗർ. യെസ്. അപ്പൊ അങ്ങനെയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു വെരി ഇന്റലിജന്റ് ചോയ്സ് ഓഫ് സോങ് കേട്ടോ. മിടുകയായിട്ട് പാടി. താങ്ക് യു. ആകെ ഒറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത് സൗഗന്ധികം എന്ന് പ്രൊനൗൺസ് ചെയ്തത് മാത്രമാണ് എനിക്ക് ഇതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ തോന്നിയത്. ബാക്കിയൊക്കെ സൂപ്പർ ആയിരുന്നു. താങ്ക് യു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് ആ ഉടുപ്പിട്ട് നിന്നിട്ട് അവിടുന്ന് ഇങ്ങനെ സമാധാനമായിട്ട് പാടുമ്പോ അതേ സമാധാനം ഇങ്ങോട്ടേക്കും കിട്ടുക. ഭയങ്കര സുഖം കേൾക്കാൻ വേണ്ടിട്ട് കേട്ടോ. യു ആർ അമേസിംഗ്. ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പ് ബാൻഡ് എസ്പെഷ്യലി ദ സ്ട്രിംഗ് സെക്ഷൻ, അതിൽ തന്നെ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ ഹെറാൾഡ് വയലിൻ സോളോ സൂപ്പർ സൂപ്പർ. പിന്നെ BGM എല്ലാരും കൂടെ ഒന്നിച്ച് വെച്ച ക്രോമാറ്റിക് നോട്ട്സ് ഭയങ്കര രസമായിരുന്നു. അത് ഉഗ്രൻ കോമ്പോസിഷനുമാണ്. കറക്റ്റ് ഓർക്കസ്ട്രൽ കോമ്പോസിഷൻ ആയിട്ട് വന്നു. മൈഥിലിക്കുട്ടി നേരത്തെ രണ്ടാമതും ചരണം പാടിയപ്പോഴേ കീസ് മാത്രം വെച്ച് പാടിയപ്പോ ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. തന്നെ പാടിപ്പിച്ചപ്പോ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. എനിക്കൊരു നല്ല രസമുണ്ടായിരുന്നു സുശാന്ത് ചേട്ടാ. അതും ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. സ്പെഷ്യൽ അപ്രീസിയേഷൻ. അൺപ്ലഗ് സെഷൻ ചെയ്ത പോലെ ഒരു രസമായിരുന്നു. അത് സോ വെൽ ഫോർ യു. ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം. അതായത് ഈ ഭൂമി എന്നൊക്കെ അങ്ങനെ ഭാ ഒക്കെ വരുമ്പോഴേ എനിക്ക് തോന്നുന്നു കുറച്ച് പോപ്പ് ചെയ്തിട്ടുണ്ട് മൈക്ക്. ഇപ്പൊ ഞാൻ ഭൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണത്. കാരണം ഇവിടുന്ന് എയർ പോലെ ആ സമയത്തൊന്ന് കുറച്ച് മൈക്കൊന്ന് സൈഡിലേക്ക് ആക്കിയാൽ മതി. സൈഡിലോട്ട് പാടി വരൂ. മലർവർണ്ണങ്ങൾ മന്ത്രകൂടി നീർത്തുമ്പോൾ ഭൂമി മാറ്റിയില്ല. കുറച്ച് സൈഡിലേക്ക് അല്ലെങ്കിൽ കുറച്ച് താഴ്ത്തുക, അല്ലെങ്കിൽ കുറച്ച് താഴ്ത്തിയാ മതി. ഭൂമി കേട്ടോ. അങ്ങനെ അത് നോക്കി പഠിച്ചോണ്ടേ. ഇങ്ങനത്തെ വാക്കുകളൊക്കെ വരുമ്പോഴത്തേക്കും അതായത് നമ്മള് എയർ പുഷ് ചെയ്ത് നമ്മുടെ മൈക്കിലോട്ട് കൊടുക്കുമ്പോഴത്തേക്കും മൈക്ക് അതിന് നാച്ചുറലി അത് റിയാക്ട് ചെയ്യൂലേ. ലൈവില് പാടുമ്പോ പ്രത്യേകിച്ച് അത് പ്രശ്നമാണ്. ഇപ്പൊ സ്റ്റുഡിയോയിലൊക്കെ മറ്റേ പോപ്പ് കട്ടർ വെച്ചിട്ടുണ്ട്, പോപ്പ് ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഒരു 0.1 പിന്നെ ഒരു 0.1 പിന്നെയും 0.1 പിന്നെയും 0.1 പിന്നെയും 0.1 ഇത്രയും 0.1 ഞാൻ കുറച്ചു. അപ്പൊ എത്ര പറഞ്ഞു? പറയട്ടെ. മീനുട്ടി പറയല്ലേ നോക്കട്ടെ. 99.5. മൈദക്കുട്ടിയാണ് നമ്മുടെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ. താങ്ക് യു. മധു അങ്കിൾ വെൽക്കം. ഇപ്പൊ നമ്മള് ഈ ഗ്രാൻഡ് ഫിനാലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ കൂടുതൽ സ്ട്രിക്റ്റ് ആവും. അങ്ങനെയുള്ള ഈ സമയങ്ങളിൽ ഇതുപോലുള്ള മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെയധികം വലിയൊരു സംഭവമാണ്, അത്ഭുതമാണ്. കൺഗ്രാജുലേഷൻ. നന്നായിട്ട് പാടി, അടിപൊളിയായിരുന്നു. വർണ്ണശബളങ്ങളായ നല്ല ഇനം ഡ്രസ്സുകൾക്ക് കിൻഡർ മോക്സ്. നമ്മുടെ ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ സൂപ്പർ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ സ്റ്റൈലിഷ് ഒരു ഗിഫ്റ്റ്. താങ്ക് യു മൈഥിലിക്കുട്ടി. ബൈ ബൈ. താങ്ക് യു മധു അങ്കിൾ. ബൈ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമുക്ക് ഒരുമിച്ച് പോവാം. മധു അങ്കിൾ, ഇനി വരാൻ പോകുന്നത് പെർഫോമൻസ് റൗണ്ട് ആണ്. പെർഫോം ചെയ്യാൻ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാ വരുന്നത്. പ്രത്യേകിച്ച് ശബരിമലയ്ക്കൊക്കെ പോയിട്ട് വന്ന ആളാണ്. ഇപ്പൊ ഭയങ്കര സന്തോഷം. അതെ ആ ഒരു എനർജി നിൽക്കുന്ന ആളാണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ റിയാൻ കുട്ടൻ ഓൺ സ്റ്റേജ്. എന്തോ ഹായ് റിയാൻ. ഹായ് ചേച്ചിയുടെ ഇഷ്ടപ്പെട്ട റൗണ്ട് അല്ലേ? എന്റെ ഫേവറേറ്റ് റൗണ്ട് അറിയാൻ കുട്ടാ. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പെർഫോമൻസ് റൗണ്ട്. ഹായ് റോബോട്ട്. അടിപൊളി ഡ്രസ്സാണല്ലോ ഇന്ന്. ഉഗ്രൻ ടിപ്പ് ടോപ്പ് ആയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സാർ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ജീൻസും ബ്ലാക്ക് ഷൂസും
താങ്ക് യു. സുന്ദരനായിട്ടുണ്ട് അതെ അല്ലേ? അതെ Yes. സുന്ദരനോ. ആ. സൂര്യനോ. MJ സാറിന്റെ പാട്ടല്ലേ അത്? അതെ, അതെ, അതെ അതെ, അതെ. അവനെല്ലാം അറിയാം. അവൻ ഈ ഓരോ ആൺകുട്ടനോ. അതല്ലേ അതെ, നമ്മുടെ സ്കൂളിലെ ആനിമൽ ഡേക്ക് ഡാൻസ് കളിക്കുമ്പോ ആ പാട്ട ഇട്ടെ ആണോ? സുന്ദരനും. ആഹാ, അത് ശരി. വെരി അപ്പൊ പിന്നെ ഗുഡ്. എന്തൊക്കെ വിശേഷങ്ങള്? എന്താ വിശേഷം? ഒന്നുമില്ലേ പാട്ട് പറയാൻ? പാടണം. അതന്നെ പാട്ട് പുതിയതായിട്ട് വല്ല പാട്ട് ശബരി- കമ്പോസ് ചെയ്തോ? പുതിയതായിട്ട് പാട്ട് കമ്പോസ് ചെയ്തോണ്ടിരിക്കണുണ്ടായിരുന്നു. ആണോ? വീട്ടിൽ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ആണല്ലേ? ആൺകുട്ടൻ പരിശ്രമിക്കുന്നു. ആ. അതാണ് ട്യൂൺ ചെയ്യാൻ പരിശ്രമിക്കുന്നു. ഓക്കെ, അവരുടെ Music പാട്ട് എങ്ങനെ വരട്ടെ ഏട്ടാ? അതെ. ആ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്? രാവിൽ പൂന്തേൻ. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ. ആ. ആ, ഉണ്ണിച്ചേട്ടൻ കൂടെ വേണമായിരുന്നു അല്ലേ? അതെ അതെ, അതെ, ഉണ്ണിച്ചേട്ടൻ അതെ, മേളായിരുന്നു. അതെ 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 അതെ, ശരിയായിരുന്നു. ഉണ്ണിക്കുട്ടന്റെ പാട്ടാണ്. ഉണ്ണിച്ചേട്ടനും ദിനേശ് ചേട്ടനും അല്ലേ? ആ. അടിച്ച് പൊളിച്ച പാട്ടാണ് അല്ലേ? യെസ് ഇന്ന് അടിച്ച് പൊളിച്ച് പാടാൻ പോയില്ലേ? യെസ്. ഡീറ്റെയിൽസ്. സിനിമ നാടുവഴികൾ. ആ. വർഷം 1989. യെസ്. മ്യൂസിക് ശ്യാം സാറ്. ലിറിക്സ് ലിറിക്സ് ഷിബു ചക്രവർത്തി സാർ. പാടിയത് ദിനേശ് ഉണ്ണിമേനോൻ സാർ. യെസ്. ആഹാ. ദിനേശ് എല്ലാം ഉണ്ണിമേനൻ സാർ അല്ലേ? ഉണ്ണിമേനൻ ചേട്ടൻ. ദിനേശ് അങ്കിളും സാറും ഉണ്ണിമേനോൻ സാർ. യെസ്, വെരി ഗുഡ്. ദിനേശ് ചേട്ടനാണ് ദുന്ദും ദും ദുന്ദുഭിനാദം നാദം നാദം പാട്ട് പാടി. ആ പാട്ട് അതേ ഒരു പാടി. അത് ആവണി പാടിയതല്ലേ? അതന്നെ. ആ, അതെ തന്നെ. അവന് പെർഫോം അത് ചെയ്ത ശരിക്കും പാടിയത് ദിനേശ് ചേട്ടനാണ്. ദിനേശ് ജി ഒരു സൂപ്പർ സൗണ്ട് എഞ്ചിനീയർ അതെ, ഉഗ്രൻ സൗണ്ട് എഞ്ചിനീയറുമാണ്. ചെന്നൈയില്. എന്റെ കുറെ പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആണോ? ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. അതെ. പ്രിയാങ്കുട്ടിന്റെ All the കൂടെ best. സ്പെഷ്യൽ ആയിട്ട് വന്നിരിക്കുന്നേ. ആ, എന്റെ അമ്മയുടെ കസിന രഗിലേഷ് ഏട്ടൻ. regulation. ഓ, Hello. രഗിലേഷ് ചേട്ടൻ. ഓക്കെ. ആ. ശരി ശരി. അപ്പൊ ചേട്ടന് പാട്ട് പാടി കൊടുക്കാം. അപ്പൊ Okay, എന്നാ all the best. രഗിലേഷ് ചേട്ടനെയും പ്രേക്ഷകരെയും ഞങ്ങളെല്ലാം ആ പാട്ട് പാടി കേൾപ്പിക്കൂ. ഞെട്ടിക്കണം. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ ആര്യൻ കാവിൽ വേല കഴിഞ്ഞു ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു ആറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേന്നുകർന്നേ വരാം ചെല്ലപ്പൂഞ്ചെണ്ടൊന്ന് കൂടെ കൊണ്ടും വരാം രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ തീരത്ത് ചായുന്ന നാറും പൂഞ്ചില്ല ഞാനും മുലച്ചു പൂമാരി പെയ്യുമ്പോൾ അറിഞ്ഞാരാമമാകുന്നു രാവിൽ തീരത്ത് ചായുന്ന നാറും പൂഞ്ചില്ല ഞാനും മുലച്ചു പൂമാരി പെയ്യുമ്പോൾ അറിഞ്ഞാരാമമാകുന്നു രാവിൽ വെള്ളി നിലാവിൻ വെൺപട്ടു ചൂടും ആറിപ്പൂവണി മാറിൽ മല്ലികൾ കൂമ്പിയ വെള്ളാമ്പൽ പൂവുകൾ പാതി പൂമിഴി നീട്ടുമ്പോൾ നാടൻ കാറ്റിൽ നറുമണം ലാ 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 ലാ. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാ
രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ ആര്യൻ കാവിൽ വേല കഴിഞ്ഞു ആവണിപ്പാടത്ത് പൂക്കൾ പൊഴിഞ്ഞു കാറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേനുകർന്നേ വരാ ചെല്ല പൂഞ്ചെണ്ടൊന്ന് കൂടെ കൊണ്ടും വരാം ലാ 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 ലാ. Thank ആഹാ സബാഷ് സബാഷ് വെരി നൈസ് വെരി നൈസ് വെരി നൈസ് ജിൻചക 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 ജിൻചക. അതെ റിയാകൂടാ, എന്തോ സാർ. പണ്ട് ബുള്ളറ്റൊക്കെ ഓടിച്ച് പോയ ഒരു ഓർമ്മയുണ്ട്. ബൈക്കില് ബൈക്കിൽ ഇങ്ങനെ പോകുന്നത്. അപ്പൊ അതിന്റെ ബൈക്കിൽ നമ്മുടെ കൂടെ ആര് വരും? കാറ്റ് വരും. കാറ്റും കൂടെ വരും. അതെ. അപ്പൊ ബൈക്കിൽ ഇങ്ങനെ കാറ്റ് കൊണ്ട് ഇങ്ങനെ ഓടിച്ച് പോണ പോലെ ഉണ്ടായിരുന്നു ഈ പാട്ട് കേട്ടപ്പോ. താങ്ക് യു സാർ. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ ആര്യൻ കാവിൽ വേല കഴിഞ്ഞു ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു കാറ്റിലാടുന്ന ആമ്പൽ പൂവിന്റെ തേനുകർന്നേ വരാ. ഗംഭീരായിരുന്നേ. താങ്ക് യു സാർ. ആ ഫോർത്ത് ഗിയർ ഒക്കെ ഇട്ട് ഒരൊറ്റ പോക്ക, ഒരൊറ്റ പിടിയെ പിടിച്ചു. ഒരൊറ്റ പിടി. യെസ്. ആ അത് ശരിക്കും പിടിച്ചിട്ടുണ്ടേ. ഓക്കെ സാർ. ആരാ പിടിച്ചേ? ഞാൻ. റിയാൻ കുട്ടൻ. അല്ല, എനിക്കൊരു സംശയം. കാറ്റും കുട്ടൻചേട്ടനും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ലേ? അതിന് ഉത്തരം ഉണ്ടാവില്ല മിക്കവാറും. കയ്യൊന്നും തിരുമിട്ട് കാര്യമില്ല. കാര്യം പറ. ചില കഥകളൊക്കെ ജീവിതത്തിൽ മറക്കണം. എന്നാലും ഒഴിവാക്കിയത് മോശമായി. മറക്കാനുള്ളത് മറന്നു തന്നെയാകണം. മറന്നുവോ പൂമകനെ എല്ലാം. സ്വന്തം പാട്ടുണ്ട്. മറക്കുവാൻ ഞാൻ പഠിച്ചു. മറക്കാം. അതെ, അതൊക്കെ മറക്കാം. നമുക്ക് ഈ പാട്ടിന്റെ ആഘോഷത്തിലേക്ക് വരാം. റിയാൻകുട്ടാ, എന്തോ സാർ? റിയാൻകുട്ടന്റെ വലിയൊരു പ്രത്യേകതയായിട്ട് അങ്ങൾ കണ്ടിട്ടുള്ള കാര്യം പറയട്ടെ. അതായത് ഈ സംഗതികൾ, അതിന്റെ മൂഡ്, ഇതൊക്കെ നമ്മൾ സംഗീതം പഠിച്ചാൽ നമുക്ക് പാടാൻ പറ്റും. പക്ഷെ റിയാൻകുട്ടന്റെ കേൾവിയില്ലേ, കേൾവി ജ്ഞാനം എന്ന് പറയും, അത് ഗംഭീരാണ്. താങ്ക് യു സാറേ. അപ്പോഴാണ് മ്യൂസീഷ്യൻ ആവുള്ളൂ. താങ്ക് യു സാർ. ആ കേൾവിയിൽ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ല. അതെ, ആ ഒബ്സർവ് ചെയ്യുന്നത് വളരെ ഒബ്സർവേഷൻ ആണ്, കൃത്യമാണ്. അതെ അതെ. താങ്ക് യു സാർ. കിറുകൃത്യം എന്ന് പറയും. അത് സംഭവിപ്പിക്കുന്ന ആളാരാണ്? റിയാൻ കുട്ടൻ. ഞാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ റിയാൻ പാട്ട് പാടുന്നു. റിയാൻ ആരെയും ഇംപ്രസ് ചെയ്യാൻ പാടുന്നില്ല. സത്യമല്ലേ? ആസ്വദിക്കുന്നുണ്ട്. ആ പാട്ടിൽ സ്വയം മറക്കുന്നു, സ്വയം പറക്കുന്നു. ശരിയാണോ? അപ്പൊ ഇതൊക്കെ വലിയ ക്വാളിറ്റീസ് ആണ് കേട്ടോ. റിയാന് നല്ല കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അതായത് മ്യൂസിക് ഡയറക്ടർ കം സിംഗർ, അല്ലെങ്കിൽ സിംഗർ കം മ്യൂസിക് കമ്പോസർ എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ ആവാനായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ആരുടെ കയ്യിലുണ്ട്? റിയാന്റെ കയ്യിലുണ്ട്. സംശയമുണ്ടോ? ഇല്ല. എനിക്കൊരു സംശയമില്ല കേട്ടോ. ചില സ്ഥലങ്ങളൊക്കെ കുറച്ച് ഒതുക്കുന്നുണ്ട് റിയാൻകുട്ടൻ. അത് ഈ ശബ്ദത്തിൽ ക്രാക്ക് വരുമെന്നുള്ള പേടി കൊണ്ടാണോ? അല്ല, അതാ ഫീലിന് വേണ്ടിട്ടാ. ഫീലാണ്. ആര്യങ്കാവിൽ വേല കഴിഞ്ഞു, അത് കുറച്ചുകൂടെ ഓപ്പൺ അല്ലേ? അല്ലേ മധു? അവിടെയും കുറച്ചും കൂടി ആ രാവിൽ പൂന്തേൻ തുടങ്ങിയ പോലെ തന്നെ അവിടെയും ഇത്തിരി പഞ്ചില് പാടണം, നല്ലതായിരിക്കും കേട്ടോ. അതെങ്ങനെ മാക്സിമം തുറന്നിങ്ങനെ പാടാൻ പറ്റും? യെസ്. രാവിൽ പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ ആര്യൻ കാവിൽ വേല കഴിഞ്ഞു ആവണിപ്പാടത്ത് പൂക്കൾ കൊഴിഞ്ഞു ആട്ടിലാടുന്ന ആമ്പൽ പൂവിന്റെ തേനുകർന്നേ വരാ ചെല്ല പൂഞ്ചെണ്ടൊന്ന് കൂടെ കൊണ്ടും വരാം പൂന്തേൻ തേടും പൂങ്കാറ്റേ ആടിപ്പാടാൻ നീയും പോരാമോ
ആഹാ ഇപ്പൊ കുറച്ചുകൂടി പഞ്ച് വന്നു, ആ. പക്ഷെ ഫീല് കളയരുത് കേട്ടോ. ആ. അപ്പൊ റിയാൻ കുട്ടാ, എന്തോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു താങ്ക് യു സാർ. കേട്ടോ. ഉഗ്രനായിരുന്നു, നല്ല രസമായിട്ട് പാടി. ഈ പറഞ്ഞ ഒരു ആര്യങ്കാവിൽ ബല കഴിഞ്ഞു, അത് എങ്ങനെയാണ് അത് പാടണ്ടേ എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കാത്തോണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പാടിയത്, ഒതുക്കിയത്. പക്ഷെ ഇപ്പൊ പാടിയില്ലേ, കുറച്ചുകൂടി ബോൾഡായിട്ട് പാടി കഴിയുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ട് അവിടെ. പക്ഷെ അതുകൊണ്ട് പാട്ടിന് ഡാമേജ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. യാതൊരു ഡാമേജും സംഭവിച്ചിട്ടില്ല പാട്ടിന്. ഞാൻ പേന കൈകൊണ്ട് തൊട്ടിട്ടില്ല സത്യത്തിൽ. ഞാൻ ഒന്നും എഴുതി വെച്ചിട്ടില്ല പേപ്പറിൽ കേട്ടോ. കറക്ഷൻ പറഞ്ഞത് കറക്ഷൻ അല്ല, സജഷനാണ്. ഇത് സജഷൻ. അത് പാടിയതിന് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, നല്ല രീതിയിൽ തന്നെയാണ് പാടിയത്. പക്ഷെ അവിടെ യൂസ് ചെയ്യേണ്ട വോയിസ് സ്റ്റൈൽ വ്യത്യാസപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ടെക്നിക്സ് ആണ്. ഈ ഹെഡ് വോയിസിന് ഹെഡ് വോയിസ് പാടുമ്പോൾ അതിന് വോളിയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് കൂടുതൽ തിരിച്ചറിയാം. അതെ. പക്ഷെ അവിടെ യൂസ് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ചെസ്റ്റ് വോയിസ് ആണ് കേട്ടോ. അതാണ് ഉദ്ദേശിച്ചത്. ബാക്കിയെല്ലാം എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു. പെർഫോമൻസിന്റെ കാര്യം ഇപ്പൊ ചെറുതായിട്ടൊക്കെ ബോഡി മൂവ് ചെയ്തു അല്ലേ ബിഗിനിങ്ങില്. പിന്നെ BGM എന്താ ചെയ്യാതിരുന്നേ? അത് പാട്ടിന്റെ ശ്രുതിയൊന്നും പോണ്ടെന്ന്. കെയർഫുൾ ആയതല്ലേ, സൂക്ഷിച്ചു പാടിയതാ. ഇല്ലെങ്കിൽ ഞാൻ എത്ര സ്റ്റെപ്പ് ഇടുമായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും സ്റ്റെപ്പ് ഓർമ്മയുണ്ടോ? ഇപ്പൊ എന്തെങ്കിലും സ്റ്റെപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഇപ്പോഴൊന്നും തോന്നില്ല. എന്തൊരു വൈബാണ് എന്റെ അമ്മോ റിയാൻകുട്ടന്റെ പാട്ട്. അയ്യോ ശരിക്കും നല്ല വൈബായിരുന്നു. നമ്മൾ ഈ ടൂറൊക്കെ പോകുമ്പോ ബസ്സിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കില്ലേ എല്ലാവരും, ആ ഒരു ആഘോഷത്തിന്റെ ഒരു സുഖമായിരുന്നു ഈ പാട്ട്. എനിക്ക് ഡാൻസ് കളിക്കാൻ അറിഞ്ഞൂടാ, പക്ഷെ പാട്ട് പാടിയിട്ട് എങ്ങനെയെങ്കിലും ഫീല് വരുത്തിക്കാൻ നോക്കും. ഈ പാട്ടിന്റെ സീനിൽ ഇങ്ങനെ ലാലേട്ടനൊക്കെ ബൈക്കിൽ പോവാണല്ലോ, ഫ്രണ്ട്സ് ഒക്കെ. അതെ ശരിക്കും ആ വൈബ് ഇവിടെ കിട്ടി. നമുക്കൊരു ട്രിപ്പ് ഒക്കെ പോവാൻ ഒരു ആവേശമായി പോയി പാട്ട് കേട്ടപ്പോ. യെസ്, അങ്ങനെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കൊച്ചി, ബാംഗ്ലൂർ, യെസ്, ഒരു ബൈക്ക് റൈഡ്, ടൂ വീലർ. അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു വൈബ് തന്നു റിയാൻകുട്ടൻ അത് പാട്ട് പാടിയിട്ട് കേട്ടോ. മിടുക്കനായി പാടി. ഞാൻ ഇവിടെ ഉണ്ണി സാർ ഉണ്ടാവണേന്നാണ് എന്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. ഉണ്ണി സാർ ടിവിയിൽ കേൾക്കുമായിരിക്കും, ശരിക്കും കേൾക്കുമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാം പാട്ട്. യെസ്, അപ്പൊ റിയാൻകുട്ട എന്തോ മിടുക്കനായി പാടി, നല്ല സ്റ്റെപ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അടിപൊളിയായിരുന്നു. എന്താ പറയണ്ടേ, ആ വൈബ് ഇങ്ങനെ തന്നെ വെച്ച് പാട്ട് ഇതുപോലെ ഡീറ്റെയിൽഡ് ആയി പഠിച്ചതിന് ഒരു ഉഗ്രൻ കയ്യടി. മിടുക്കൻ കേട്ടോ. താങ്ക് യു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചക്കര ഉമ്മ. താങ്ക് യു ചേച്ചി. റിയാൻകുട്ടന്റെ പറയട്ടെ. ഇപ്പൊ പറയും 10 + 10 + 10 + 10 + 10 + 10 + 10 + 10 + 10 + 10 100. താങ്ക് യു സാർ. അത്ര വേഗം കൂട്ടിയത്. ഞാൻ സാറ് 10 + 10 എന്ന് പറയുമ്പോ ഞാൻ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് തന്നെ. മാത്സ് ഇഷ്ടമാണോ റിയാൻകുട്ടന്? മാത്സ് അറിയാം, അബാക്കസ് ഒക്കെ അറിയാം. അബാക്കസ് പഠിച്ചിട്ടുണ്ട് അല്ലേ? പഠിച്ച പിന്നെ കണക്കിലും മിടുക്കനാവും. അപ്പൊ പോരട്ടെ, ഒരു മധുരമഴ നമ്മുടെ റിയാൻകുട്ടന്. പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ. ആരാ വരണ്ടേ റിയാൻകുട്ട? MJ ചന്ദ്രൻ സാർ. ഈ നാടിന്റെ പൊന്നോമന പുത്രൻ ആരാണ്? സബാഷ്. ചെറിയ ഗിഫ്റ്റ് ഉണ്ട്, കിൻഡർ മോക്സിന്റെ ഒരു സൂപ്പർ ഉടുപ്പ് സമ്മാനം റിയാൻകുട്ടൻ ഇന്ന്. ടോപ്പ് സിംഗറിന്റെ ലിറ്റിൽ സ്റ്റാറിന് കിൻഡർ മോക്സിന്റെ ഒരു സ്റ്റൈലിഷ് ഉടുപ്പ്. താങ്ക് യു ചേച്ചി. റിയാൻകുട്ടൻ ടിം 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 ഓക്കെ, താങ്ക് യു റിയാൻകുട്ട. പോവാം. പോവാം. യെസ്, അപ്പൊ ടാറ്റാ, ഗുഡ് നൈറ്റ്.
നമ്മുടെ ടോപ്പ് സിംഗറിൽ ദേ ഇന്ന് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു, ഒത്തിരി നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ഞങ്ങളത് ഒത്തിരി എൻജോയ് ചെയ്തു. നമ്മുടെ പ്രേക്ഷകരും അങ്ങനെ തന്നെ എൻജോയ് ചെയ്ത് കാണും എന്ന് എനിക്ക് ഉറപ്പാണ്. ഇന്ന് എന്തായാലും നമ്മുടെ എപ്പിസോഡ് ദേ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നാളെ ഇതേ സമയത്ത് നമ്മൾ വീണ്ടും ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണും. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ, സീ യു.